നമ്മുടെ ഇന്നത്തെ ചോദ്യം റേച്ചൽ മിസ്സിനോടാണ്. റേച്ചൽ മിസ്, ഡു യു ഹാവ് സഫറിങ്സ്? യെസ് സിസ്റ്റർ, ഐ ഹാവ് ലോട്ട് ഓഫ് സഫറിങ്സ്. എല്ലാവർക്കും സഹനങ്ങളുണ്ട്. ലിസായോട് ചോദിച്ചു നോക്കാം. സിസ്റ്റർ ലിസ, സിസ്റ്ററിന്റെ ജീവിതത്തിൽ സഹനങ്ങളുണ്ടോ? സഹനങ്ങളുണ്ട്, ഇല്ല എന്ന് പറയാൻ പറ്റില്ല. അതെ, ജീവിതത്തിൽ സഹനങ്ങളുണ്ട്. അതെടുക്കുന്ന രീതിയിലാണ് വ്യത്യാസം. പരിശുദ്ധ അമ്മയുടെ ജനന തിരുനാളിനായി ഒരുങ്ങുമ്പോൾ അമ്മ സഹനങ്ങളെ ദൈവസ്നേഹത്തിന്റെ അടയാളമാക്കിയതിനെ കുറിച്ച് നമുക്കൊന്ന് പര്യാലോചിക്കാം. പരിശുദ്ധ അമ്മയുടെ മംഗളവാർത്ത തന്നെ അമ്മയുടെ സഹനത്തിലേക്കുള്ള ഒരു ദൈവവിളിയായിരുന്നു. കന്യകയായ ഒരു പെൺകുട്ടി ഗർഭിണിയാവുക, നാട്ടുകാർ അറിഞ്ഞാൽ എന്തായിരിക്കും? ഈ കാലഘട്ടത്തിലാണ് ഇത് സംഭവിക്കുന്നതെങ്കിൽ എത്രമാത്രം കോലാഹലങ്ങളാണ് സംഭവിക്കുക? മീഡിയയിൽ ചർച്ച, ഒത്തിരിയേറെ പ്രശ്നങ്ങൾ, പ്രശ്നകലുഷിതമായ അവസ്ഥയിലൂടെ കടന്നു പോകേണ്ടി വരുന്ന ആ പെൺകുട്ടിയുടെ അവസ്ഥ. അന്ന് പരിശുദ്ധ അമ്മ കടന്നുപോയ സംഘർഷങ്ങൾ നിരവധിയാണ്. ദൈവിക സത്യം ഇതാണ്: ദൈവപുത്രൻ തന്റെ ഉദരത്തിൽ ജന്മമെടുത്തു. കാര്യം പരിശുദ്ധ അമ്മയ്ക്കറിയാം. എന്നാൽ യൗസേപ്പ് പിതാവിനോ കുടുംബക്കാർക്കോ ഈ യാഥാർത്ഥ്യത്തെ അറിയുകയില്ല. സത്യം അറിയാതെ വരുമ്പോഴുള്ള ഒരു സംഘർഷം പരിശുദ്ധ അമ്മ ദിനരാത്രങ്ങളിലൂടെ, പ്രാർത്ഥനയിലൂടെ, പരിചിന്തനത്തിലൂടെ കടന്നുപോയിട്ടുണ്ടാവും. ബലഹീനതയിൽ ആത്മാവ് നമ്മെ സഹായിക്കുന്നു എന്ന വചനം യാഥാർത്ഥ്യമാവുകയാണ് പരിശുദ്ധ അമ്മയുടെ ജീവിതത്തിൽ. യൗസേപ്പ് പിതാവിന് ഇതാ മാലാഖ പ്രത്യക്ഷപ്പെട്ട് സത്യത്തെ വെളിപ്പെടുത്തി കൊടുക്കുന്നു. പരിശുദ്ധ അമ്മ ദൈവപുത്രന് ജന്മം കൊടുത്തതിനു ശേഷവും ഒരു വേള വിശ്രമം പോലും ഇല്ലാതെ യാത്രയിലേക്ക് കടക്കുകയാണ്, സഹനത്തിന്റെ യാത്രയിലേക്ക്. ആ യാത്ര ഒരു നീണ്ട യാത്രയാണ്. കാൽവരിയിലേക്ക് നടന്നെടുക്കുന്ന ഒരു സഹനത്തിന്റെ നീണ്ട യാത്ര. തന്റെ തിരുകുമാരൻ ചമ്മട്ടികളാൽ അഴിക്കപ്പെടുമ്പോഴും രക്തം വാർന്ന് തളർന്നു വീഴുമ്പോഴും അമ്മയുടെ ഉള്ളം പിടയുകയാണ്, നുറുങ്ങുകയാണ്. ശമയോന്റെ വാക്കുകൾ അന്വർത്ഥമാവുകയാണ്: നിന്റെ ഹൃദയത്തിലൂടെ ഒരു വാൾ തുളച്ചു കയറപ്പെടുമെന്ന്. സ്വന്തം മകന്റെ വേദനയിൽ നുറുങ്ങപ്പെടുന്ന ഒരു അമ്മയുടെ ഹൃദയത്തെ എങ്ങനെ വർണ്ണിക്കാൻ കഴിയും? കവികൾക്ക് പോലും അത് സാധിക്കുകയില്ല. കാൽവരി മലയിൽ 3 ആണികൾ പിടഞ്ഞു മരിക്കുമ്പോഴും അവസാനം സ്വന്തം മടിയിലേക്ക് മകന്റെ മൃതശരീരം എടുത്തു വെക്കുമ്പോൾ ആ അമ്മയുടെ ഹൃദയം കലങ്ങിയിട്ടുണ്ടാവില്ലേ? ഈ ലോകത്തോട് അമ്മയ്ക്ക് വിളിച്ചു പറയാം ഇത് ദൈവപുത്രനാണ് എന്ന്. പക്ഷേ അമ്മ നിശബ്ദയാവുകയാണ്. സഹനത്തിന്റെ നിമിഷങ്ങളിൽ നിശബ്ദതയുടെ പാത സ്വീകരിച്ച പരിശുദ്ധ അമ്മ നമുക്ക് ഓരോരുത്തർക്കും മാതൃകയാണ്. പരിശുദ്ധ അമ്മയുടെ സഹനത്തെ കുറിച്ച് നാം കണ്ടു കഴിഞ്ഞു. നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കൂ, സാധാരണ ഒരു അമ്മയുടെ ജീവിതാവസ്ഥ എപ്രകാരമായിരിക്കും? വീട്ടുജോലികളെല്ലാം ചെയ്യണം, കുട്ടികളെ സ്കൂളിൽ വിടണം, ഭർത്താവിന്റെ കാര്യം നോക്കണം, മാതാപിതാക്കളുടെ കാര്യങ്ങൾ നോക്കണം. എല്ലാം ചെയ്തതിനു ശേഷവും ഒരു നന്ദിയുടെ വാക്കുപോലും അവർക്ക് ലഭിക്കാറില്ല. എന്നെ കേൾക്കുന്ന അമ്മമാരെ, നിങ്ങളോടൊന്ന് ഞാൻ ചോദിക്കട്ടെ, പലപ്പോഴും കറിക്ക് ഉപ്പില്ല, ചായക്ക് മധുരമില്ല, പൊടിയില്ല, എല്ലാത്തിനും അസ്വസ്ഥതകൾ പറയുമ്പോഴും ഈ സഹനങ്ങളെ നിങ്ങൾ എപ്രകാരമാണ് സ്വീകരിക്കുന്നത്? എന്നിരുന്നാലും എന്റെ സ്വന്തം മക്കളല്ലേ, എന്റെ സ്വന്തം ഭർത്താവല്ലേ, എന്റെ സ്വന്തം മാതാപിതാക്കളല്ലേ എന്ന് സ്വന്തമായി കരുതുന്നതിനാൽ ഈ സഹനങ്ങളൊക്കെ ഒരു പുഷ്പം പോലെയാണ് നിങ്ങൾ സ്വീകരിക്കുക. ഈ പുഷ്പം പോലെ സ്വീകരിക്കുവാൻ നിങ്ങൾക്ക് സാധിക്കുന്നു എങ്കിൽ നിങ്ങൾ മഹത്വമുള്ളവരാകും. ദൈവസന്നിധിയിൽ നിങ്ങൾക്ക് കൃപ ലഭിക്കും. പരിശുദ്ധ അമ്മയ്ക്ക് ലഭിച്ചതുപോലെ കൃപയ്ക്ക് നിങ്ങളും പാത്രീഭൂതരാകും. സഹനങ്ങൾ ദൈവസ്നേഹത്തിന്റെ നിഴലാണ് എന്ന് അൽഫോൻസാമ പറഞ്ഞതുപോലെ ഈ സഹനങ്ങളെ സ്വീകരിക്കുവാൻ നമ്മുടെ ഹൃദയത്തിന് സാധിക്കുമ്പോൾ നമ്മളും ഒരു പടി കൂടി ഉയർത്തപ്പെടുകയാണ്. എനിക്കും നമുക്ക് ഓരോരുത്തർക്കും സഹനങ്ങളുണ്ട്. ആ സഹനങ്ങളെ നമ്മൾ സ്വീകരിക്കുന്ന വിധത്തിലാണ് വ്യത്യാസം വരുത്തേണ്ടത്. ഒരു ചേഞ്ച് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ വരുത്തിയാൽ, നമ്മുടെ ചിന്തയിൽ നമ്മൾ വരുത്തിയാൽ നമ്മുടെ ജീവിതം സുന്ദരമായി തീരും. വചനം നമ്മോട് പറയുന്നത് ഇപ്രകാരമാണ്. റോമാക്കാർക്ക് എഴുതിയ ലേഖനം 8-ാം അധ്യായം 18-ാമത്തെ തിരുവചനം:
നമുക്ക് വെളിപ്പെടാനിരിക്കുന്ന മഹത്വത്തോട് തുലനം ചെയ്യുമ്പോൾ ഇന്നത്തെ കഷ്ടതകൾ നിസ്സാരമാണെന്ന് ഞാൻ കരുതുന്നു. അതെ, വെളിപ്പെടാനിരിക്കുന്ന മഹത്വം അത് വലുതാണ്. ആ മഹത്വത്തോട് തുലനം ചെയ്യാൻ നമുക്കൊന്നുമില്ല. നമ്മുടെ സഹനങ്ങൾ നമുക്ക് പുഷ്പങ്ങളാക്കി സ്വീകരിക്കാം. ദൈവം നിങ്ങളെല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.